ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. വാവേ എന്താ വാവേ? ഓ ഓ എന്തു വാവേ? എന്തു വേണം? അങ്ങനെ ഇന്ന തങ്കം കഴിഞ്ഞു. ഓരോ ദിവസം എത്ര ശത്രുക്കളായിട്ടാ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നതെന്ന് നോക്കിയേ. എന്നാലും പരശുമാമൻ ഇത്രയും ഭീകരനാ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പഴയ പട്ടാളല്ലേ, അത്യാവശ്യാഭ്യാസങ്ങളൊക്കെ അറിയാതിരിക്കോ? ശരിക്കും ആ സുഗുണന്റെ കയ്യിൽ നിന്ന് മാമൻ കാശ് വാങ്ങിച്ചിട്ടുണ്ടാവോ? സംശയം എന്താ? പരശുമാമനല്ലേ ആള്. എന്നിട്ട് ഇവിടെ ആരും എന്തോന്നും മിണ്ടാത്ത? അത് പിന്നെ പരശുരാമൻ വെറും പരശുരാമൻ അല്ലല്ലോ, ചെമ്പകശ്ശേരി പരശുരാമനല്ലേ. ഈ വന്നവനാരാ? ഏതോ ഒരു സുഗുണൻ. അപ്പൊ പിന്നെ നമ്മൾ ആരുടെ കൂടെ നിക്കണം? ന്യായത്തിന്റെ കൂടെ നിൽക്കണ്ടേ? പിന്നെ മൂക്കറ്റം കള്ളും കുടിച്ച് നടക്കുന്നവനാ ന്യായം. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് തല പുണ്ണാക്കണ്ട. ഇവിടെ തീരുമാനങ്ങളൊക്കെ മുത്തശ്ശിയുടേതാ. മുത്തശ്ശി പറയും, നമ്മൾ അനുസരിക്കും. എന്താ അത് പോരെ? അത് പോരാന്ന എന്റെ അഭിപ്രായം. അന്യായമായ കാര്യങ്ങൾക്കൊന്നും ഞാനിന്ന് വരെ കൂട്ടു നിന്നിട്ടില്ല. അപ്പൊ പിന്നെ എന്റെ കുഞ്ഞിനെ സ്വീകരിക്കാൻ പറഞ്ഞപ്പോ ഒരു 100 മനസ്സോടെ പൂജ അതിന് തയ്യാറായതെന്താ? അത് പിന്നെ പറഞ്ഞു, ഞാൻ കേൾക്കട്ടെ. അത് ഞാൻ ഞാൻ ആമി ചേച്ചിയെ അത്രമാത്രം സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. ചേച്ചി എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ചേച്ചി എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും ഞാൻ ചേച്ചിയെ അന്നും എന്നും എന്നും സ്നേഹിക്കും. മോളെ, ഇത്ര വലിയ ഹൃദയവിശാലതയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ചേച്ചി മോളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാം പൊറുക്കണം. എന്താ ചേച്ചി ഇത്? കരയല്ലേ? എന്താ ചേച്ചി ഇത്? ഞാൻ ഒരിക്കലും ചേച്ചിയെ വെറുത്തിട്ടില്ല. ഓരോ തവണയും ചേച്ചിയെന്ന് നോവിക്കുമ്പോ ഇന്നല്ലെങ്കിൽ നാളെ ചേച്ചിയുടെ മനസ്സ് മാറണം എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അതിന്റെ തെളിവല്ലേ ഇത്? അല്ലാതെ ഇതിന്റെ പേരില് ഞാനൊരിക്കലും അഹങ്കരിക്കോ ചേച്ചി ചവിട്ടിത്താഴ്ത്തോ ചെയ്യില്ല. ചേച്ചിയുടെ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ ഞാൻ സുഹൃതം ചെയ്ത ജന്മല്ലേ. എന്തൊരു സൂചിപ്പിക്കലായത്. ആമി മോളെ എന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഇവിടെ തല ഇടുത്തി വീഴും. ഓഹോ, തള്ള വന്നതാണോ വിളിച്ചു വരുത്തിയതാണോ? ഒരു പാര വെച്ച് നോക്കാം, ചിലപ്പോ ഏറ്റാലോ. എന്താണ് മിസ് ചെമ്പകശ്ശേരി ഗോമതി തുറച്ചു നോക്കി നിൽക്കുന്നത്? കയ്യിൽ വല്ല ബോംബും ഉണ്ടോ? അയ്യോ, ബോംബും തോക്കൊക്കെ ഞാൻ ഉപേക്ഷിച്ചു മാഡം. ഇപ്പൊ ഫുൾ ടൈം ഭക്തി മാർഗമാ. അതെന്ത് പറ്റി? തലയിൽ വല്ല തേങ്ങയും വീണോ? അയ്യോ, തേങ്ങ വീണിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. ഇതിപ്പോ വീണത് ഇടുത്തിയല്ലേ, ഇടുത്തി. അയ്യോ, എന്തു പറ്റി? ഇനി എന്തോ പറ്റാൻ. കളക്ടർ ആരോടും പറയാതിരുന്ന ഞാനൊരു രഹസ്യം പറയാം. എന്താ ഗോമതി? ഇവിടുത്തെ ആമി മോൾക്ക് വട്ടായി. ആഹാ, കൊള്ളാലോ. വട്ടെന്ന് പറയുമ്പോ ഇപ്പോ നടത്തിക്കൊണ്ടുപോകുന്ന അവസ്ഥയാണോ അതോ കിടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയോ? രണ്ടും അല്ല. പിന്നെ? രണ്ടും കെട്ട അവസ്ഥയാ. എന്നുവെച്ചാ? ഉന്മാദം. ഓഹോ, അതേന്നെ.
പറയുന്ന എന്തെന്നോ ചെയ്യുന്നത് എന്തെന്നോ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥ. ശത്രുക്കളെയൊക്കെ മിത്രങ്ങളാക്കുക, മിത്രങ്ങളെയൊക്കെ ശത്രുക്കളാക്കുക. ഇപ്പൊ ആമിമോളുടെ ക്ലോസ് ഫ്രണ്ട് ആരാണെന്ന് കളക്ടർക്ക് അറിയാമോ? ഗോമതി അല്ലാതാരാ? അത് കളക്ടർമാർക്ക് വരെ അറിയാവുന്ന സത്യം. പക്ഷെ ഇപ്പോ ഞാനല്ല, പൂജമോളാണ് ചെമ്പകശ്ശേരി ആത്മജയുടെ ചങ്ക്. എന്തോന്ന്? അതെന്നെ, അവരോ ഒന്നിച്ചൊരു കുഴി ചാടി ചാവാൻ നടക്കുവാ. ഞാനിത് വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിച്ചു. ഞാൻ മാത്രമല്ല, മുത്തശ്ശിയും ആദിമോനും ദത്തൻ സാറും, എന്തിന് ഈ വീട്ടിലെ മച്ചിലിരിക്കുന്ന പല്ലിയും പാറ്റയും വരെ വിശ്വസിച്ചു. ഇന്നിപ്പോ നേരിൽ കാണുമ്പോൾ കളക്ടറും വിശ്വസിക്കും. ഇപ്പൊ കൊച്ചിനെ കളിപ്പിക്കുന്നത്, ഒരുക്കുന്നത്, ഉറക്കുന്നത്, എന്തിന് പാലൂട്ടുന്നത് വരെ അവരൊരുമിച്ചാ. എല്ലാം നല്ല കാര്യം തന്നെയാ, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എനിക്കല്ലേ അമ്മിമോളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയൂ. പൂജമോളെ കൊല്ലാൻ വരെ നടന്ന ആളല്ലേ. അപ്പോ ഇങ്ങനെ ഒരു മനംമാറ്റത്തിന്റെ പിന്നിൽ എന്തായിരിക്കും? എന്തായിരിക്കും? നേരിട്ട് നടപ്പിലാക്കാത്ത കാര്യങ്ങൾ വളഞ്ഞ വഴിയിലൂടെ സാധിക്കാം. ശത്രുപക്ഷത്തിരുന്ന് കൊന്നാൽ എല്ലാവരും ആമിമോളെ തന്നെ സംശയിക്കത്തില്ലേ? ഇതാകുമ്പോ കൊല്ലുകയും ചെയ്യാം, ആർക്കും സംശയം ഉണ്ടാവില്ല. ഞാനേ ഇതിപ്പോ കളക്ടറോട് പറഞ്ഞത് ആമിമോളോട് കൂറില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഒരമ്മയുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും. കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന മോള് ആയുസൊടുങ്ങാതെ ചാവുന്നത് കാണേണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ട് പൊയ്ക്കോ. ഇനി മോള് കൂടെ വരാൻ ഒരുക്കമല്ലെങ്കിൽ ആദ്യക്കുട്ടി ഞാൻ കൂട്ടത്തിൽ കൂട്ടിക്കോ. എവിടെയാലെന്താ, ജീവനല്ലേ വലുത്. പൂജമോളൊരു പാവ. അതിന് നല്ലതും ചീത്തയും ഒന്നും തിരിച്ചറിയാനുള്ള ബോധമില്ല. അതിനെ ചതിക്കുന്നത് ദൈവദോഷമാണല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞതാ. ഇത്രയേ ഉള്ളല്ലോ? എന്റെ ഓർമ്മയിൽ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത്. അയ്യോ, അതെങ്ങനെ? ചെമ്പകശ്ശേരി നിൽക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണല്ലോ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ഓ ആയിക്കോട്ടെ. കേട്ടോ എന്തോ, എന്നാൽ ഈ കളക്ടർ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അല്ല, ഇതാരാ? മായ ചേച്ചിയോ? ഇതിപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. വാ മോളെ. ഞങ്ങള് നാത്തൂനും കൂടി ചുമ്മാ ഓരോ കുശലങ്ങൾ പറഞ്ഞിരിക്കുവായിരുന്നു. അപ്പോ നിങ്ങൾ അമ്മയും മോളും കൂടി സംസാരിച്ചിരിക്കെ ഞാൻ പോയി ഒരു ചായ ഇട്ടുകൊണ്ട് വരാം. പൂജമോളെ, ഞാനിപ്പോ വരാട്ടോ. നീ ഒന്ന് വന്നേ.